ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും ആദരണീയനായ MMVSന്റെ ചുക്കാൻ പൊടിക്കുന്ന പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശിച്ചൻ, കർത്താവിൽ സ്നേഹമുള്ളവരെ, നെടുവീർപ്പുകളുടെ ഇടയിലാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഓർമ്മിപ്പിച്ചതുപോലെ ഒരു രാത്രി ഉറങ്ങി വെളുത്തപ്പോ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട് ഇന്ന് പലരും എവിടെയാണ് എന്ന് പോലും അറിയാതെ അന്വേഷണത്തിന്റെ പാതയിൽ നടക്കുന്ന ഒരു ദിവസത്തിനിടയിലാണ് നാം ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകും. സഹോദര്യ ബന്ധങ്ങളെ നിർവചിക്കുന്നതിന് രക്തത്തിന്റെ ബന്ധം ആവശ്യമില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. നാം സ്വർഗം ആഗ്രഹിക്കുന്നവരും സ്വർഗത്തിലേക്ക് പോകണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുമാണ്. സ്വർഗത്തിലെത്തുമ്പോ വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം ചോദിച്ച പല ചോദ്യങ്ങൾക്കും നാം അവിടെ ചെല്ലുമ്പോൾ ഉത്തരം പറയേണ്ടതുണ്ട്. ആദമേ, നീ എവിടെ എന്നുള്ള ചോദ്യത്തിന് നീ എവിടെയാണ് എന്ന് ഞാൻ കണ്ടുപിടിക്കണം. രണ്ടാമത്, നിന്റെ സഹോദരൻ എവിടെ എന്ന് കായനോട് ചോദിച്ച ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ക്രൈസ്തവ ജീവിതത്തിന് പൂർണ്ണമായും അർഹതയില്ലാത്തവരായി തീരും എന്ന് തിരിച്ചറിയണം. ഞാൻ ആ വാക്കുകൾ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന മാത്രമല്ല, നമുക്ക് പലതും ചെയ്യാൻ കഴിയും എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ ഓർമ്മിപ്പിച്ചു, ആമുഖ വാക്കുകൾ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ആത്മീകമായ തലങ്ങളുടെ നിൽപ്പ് എവിടെയാണ്, ഏത് പ്രദേശത്താണ്, ഏത് ഉയരത്തിലാണ്, അതിനോട് മീറ്റർ അളന്നാൽ എവിടെയാണ് നമ്മുടെ ആത്മീയത നിലനിൽക്കുന്നത്. അച്ഛൻ ഓർമ്മിച്ച കാര്യങ്ങൾ, ദേവാലയത്തിന്റെ കാര്യങ്ങളെയൊക്കെ ചുറ്റിപ്പറ്റി നമ്മൾ ഓർമ്മിപ്പിച്ചാൽ ഇന്ന് പലയിടങ്ങളിലും പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് പെരുന്നാളുകൾക്ക് പോകുമ്പോൾ. നാട്ടിൽ ഇവിടെ അത്രയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പെരുന്നാളുകളൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, അടിപൊളി പെരുന്നാളായിരുന്നു. പെരുന്നാളുകൾ അടിപൊളി പെരുന്നാളായിരുന്നു. എന്തായിരുന്നു ആ അടിപൊളിയുടെ മാനദണ്ഡങ്ങൾ എന്ന് ചോദിച്ചാൽ, ക്രൈറ്റീരിയ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ചെണ്ടമേളവും വെടിവെപ്പും. വെടിവെപ്പെന്ന് പറഞ്ഞാൽ ഈ പടക്കത്തിന്റെ കാര്യമാണ്. ഇതെല്ലാം എത്രമാത്രം ശോഭയോടെ എത്രമാത്രം പണം മുടക്കി ചെയ്യുന്നു, അതായിരിക്കും അടിപൊളിയുടെ മാനദണ്ഡം. പക്ഷേ ദേവാലയം എന്തെന്നും ദേവാലയത്തിന്റെ അവസ്ഥ എന്തെന്നും എന്തായിരിക്കണം ദേവാലയമെന്നും പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ദേവാലയം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം? ഇന്ന് അല്പസമയം ചിന്തിക്കാനായി ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു വിഷയമാണ്, ഒരു വാക്യമാണെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായി സമർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം വരുന്നു. പരിശുദ്ധ ദൈവമാതാവിനെ ദൈവമാതാവെന്ന അവസ്ഥയിലേക്ക് ആക്കി തീർത്തത്, ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്, മാതാവ് ദേവാലയം വിശുദ്ധീകരിക്കുന്ന ജോലി ചെയ്തിരുന്ന ആളാണ്. ജോലി എന്ന് പറഞ്ഞാൽ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഒരു ജോലിയായിട്ടല്ല. സ്വമേധയാ ദേവാലയം വിശുദ്ധീകരിക്കുന്ന, അതിലെ അഴുക്കുകൾ പറക്കിക്കളയുന്ന, അത് വിശുദ്ധീകരിക്കാനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച, എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന്റെ വിശുദ്ധിയും ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിലും ജീവിച്ചിരുന്ന ഒരു ആൾ ദൈവമാതാവായി മാറ്റപ്പെട്ടു. അപ്പൊ നമ്മളും ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ തലത്തിലേക്ക് ഉയരുവാനുള്ള ഒരു അനുഭവമാണ് ഈ പെരുന്നാളിലൂടെ, ഈ നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. അതിനനുബന്ധമായി ഞാൻ എടുത്തിരിക്കുന്ന ചില അനുഗ്രഹങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ഉള്ളത്. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമായിരിക്കണം. അത് ഹഗായി
പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, ചെറിയ ഒരു പുസ്തകമാണ്. അതിലധികം പിന്നെ അധ്യായങ്ങളില്ല, കുറച്ച് അധ്യായം മാത്രമല്ല. അത് നന്നായി ഒന്ന് വായിക്കണം. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. അതിങ്ങനെയാ: വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? എന്നാൽ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. Are the seeds in the barn, the vine, fig tree, pomegranate, olive have yielded nothing? From this day on I will bless you. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ, പിതാക്കന്മാരുടെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ, ഏറ്റവും അധികം ധനികരായിട്ടുള്ള ആളുകളെല്ലാം ദൈവം അനുഗ്രഹിച്ചതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. ഈ കൃഷിയായിരുന്നു, ആടുമാടുകളൊക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഭാഗം. ഇത് നടക്കുന്നത് ദാര്യാവേശ് രാജാവിന്റെ കാലത്ത് ഹഗ്ഗായി പ്രവാചകനുണ്ടായ ഒരു അരുളപ്പാടാണ് ഇവിടെ നൽകുന്നത്. അതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞാൽ, ദൈവത്തിന്റെ ആലയം ശൂന്യമായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തകർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ ആളുകളെല്ലാം നല്ല തട്ടിട്ട വീടുകളിൽ പാർക്കുന്നു. തട്ടിട്ട വീടെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായി എന്നുള്ളതിന്റെ അർത്ഥം. തട്ടിട്ട വീടുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന വീടുകൾ. നമ്മളിപ്പോ പണ്ട് ഓടിട്ട വീടെന്നും പിന്നെ വാർത്ത വീടെന്നും ഒക്കെ നമ്മൾ പറയും, പിന്നെ 2 നില വീടെന്നും ഒക്കെ നമ്മൾ പറയുന്ന ആ രീതിയിലേക്ക് ഒന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി എഴുതിയ തട്ടിട്ട വീടുകളായിരുന്നു അന്നത്തെ ഏറ്റവും മോടിയുള്ള നന്നായ വീടുകൾ. പക്ഷെ ദൈവത്തിന്റെ ആലയം ശൂന്യമായി കിടക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവരുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ ആലയം നാശപ്പെട്ടു പോകുമ്പോ അവർക്ക് അനുഗ്രഹം ഉണ്ടാവുകയില്ല, പകരം അവർക്ക് ക്ഷയിച്ചു പോകുന്ന അനുഭവമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് ആലയം വീണ്ടും പണിയുവാൻ വേണ്ടി ജനത്തെ പ്രേരിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. എന്താ ദേവാലയം? ഹഗ്ഗായി എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറയാൻ വിട്ടുപോയത് ഉത്സവം എന്നാണ്. ഹഗ്ഗായി എന്ന വാക്കിന്റെ അർത്ഥം ഉത്സവം എന്നാണ്. അപ്പൊ ദേവാലയം പണിയാൻ വിമുഖരായിരുന്നവരെ അവരെ ശാസിക്കുന്നുണ്ട്, അവരെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നീട് ദേവാലയത്തിന്റെ പണി 536 ആരംഭിക്കുന്നു, 516 അതിന്റെ പണി പൂർത്തീകരിക്കുന്നു എന്നൊക്കെ നമ്മൾ അതിന്റെ ചരിത്രം കാണുന്നു. ഈ ദേവാലയത്തിന്റെ പണിയെക്കുറിച്ച് പറയുമ്പോൾ എന്തായിരുന്നു പഴയ കാലത്ത് സംഭവിച്ചത് എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹഗ്ഗായി പ്രവാചകൻ 2-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ഇതിന്റെ ആദ്യ മഹത്വം കണ്ടവരുണ്ടോ? ഇപ്പോൾ കണ്ടിട്ട് എന്തു തോന്നുന്നു? ഈ ദേവാലയത്തിന്റെ ആദ്യ മഹത്വം കണ്ടവരുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഈ ദേവാലയം വർദ്ധിത വീര്യത്തോടെ ഒരു ദേശത്ത് സ്ഥിതി ചെയ്ത് അത് അനേകർക്ക് അനുഗ്രഹം കൊടുത്ത് അനേകരെ അതിലേക്ക് ആകർഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അത് ദേവാലയത്തിന്റെ ഭംഗി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അതിന്റെ വലുപ്പത്തിലും ഉയരത്തിലും മാത്രമല്ല ഒരു ദേവാലയം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നു. അവിടെയുള്ള വിശ്വാസികളുടെ ആത്മീകമായ വർധനവ് യേശുക്രിസ്തു ആദ്യം ഓർമ്മിപ്പിച്ചു. ഒരു പെരുന്നാൾ അനുഗ്രഹീതമായി എന്ന് തീരുന്നത് അവിടെയുള്ള ജനം എത്രമാത്രം ആത്മീകമായി അതിനെ ഉൾക്കൊണ്ടു, ആത്മീകമായി അതിൽ വളർന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെയും പ്രവാചകൻ അത് ഓർമ്മിപ്പിക്കുന്നത്. ഇതിന്റെ ആദ്യ മഹത്വം കണ്ടവരുണ്ടോ? നമ്മളൊക്കെ പറയും പഴയ കാലം എന്നൊരു കാലമുണ്ട്. പഴയ കാലം എന്നൊരു കാലം, അല്ലെ? പഴയ കാലം എന്നൊരു കാലം. അതുകൊണ്ടാണ് ഇന്ന് പലരും പറയുന്നത് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണം. പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കാളവണ്ടി യുഗം എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? അതിനെ കളിയാക്കി പലരും പറയുന്നത് കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യൻ പഴയ യുഗത്തിലേക്ക് തിരിച്ചു. നമ്മൾ ഇന്ന് തിരിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നാട്ടിൽ പോയിട്ട് വന്ന പല ആളുകളും എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, എനിക്ക് രസകരമായി തോന്നിയത്. ഞാൻ നാട്ടിൽ പോയി, we did explore something new. നമ്മുടെ കൊച്ചു പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നത് we did explore something new, പിള്ളേരൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, what did you explore as new one? We ate ചട്ടിച്ചോർ. We ate ചട്ടിച്ചോർ. പണ്ട് ചട്ടിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ
വീട്ടിൽ നല്ല പ്ലേറ്റ് ഒന്നും ഇല്ലാതിരുന്ന കാലങ്ങളിലാണ് ചട്ടിയിൽ ചോറ് കഴിച്ചുകൊണ്ടിരുന്നത്. നല്ല പ്ലേറ്റുകളൊക്കെ വന്ന് പൂവുള്ള നല്ല പ്ലേറ്റ് ഒക്കെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ചട്ടി പട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ധനപരമായി ഉയർന്നു കഴിഞ്ഞപ്പോൾ ഈ ചട്ടി വീണ്ടും നമ്മളിലേക്ക് വന്നപ്പോൾ അതിന്റെ ആ ഒരു 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 സൗന്ദര്യം വീണ്ടും നമ്മള് കടകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചട്ടിച്ചോറ്. ഈ കാൻഡിൽ ഡിന്നർ. എന്താ ഈ കാൻഡിൽ ഡിന്നർ? ഇത്രയും ലൈറ്റ് ഉണ്ടെങ്കിലും മെഴുകുതിരി വെളിച്ചത്തിൽ ഇത് ഭക്ഷണം കഴിക്കും. ഇത് പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാർ ചെയ്ത അതേ പണിയാണ്. പണ്ട് കറണ്ട് ഇല്ലാത്ത കാലത്ത് അവരും ഈ കാൻഡിൽ ഡിന്നർ മാത്രമേ അവര് കഴിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് അതിനെയൊക്കെ പഴയതിനെ പുതുമയിലേക്ക് കൊണ്ടുവരുന്ന ഒരു, പക്ഷെ ഇവിടെ പറയുന്ന ആദ്യം മഹത്വം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണോ ഇതിനെ കാത്തു സൂക്ഷിച്ചത്, ഈ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചത്, ഈ ദേവാലയത്തെ ഭംഗിയായി സൂക്ഷിച്ചത്, അതിനെ പോലെ ഇത് ഭംഗിയായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ദേവാലയം എന്ന് പറയുന്നത് അത്രത്തോളം വലിയ ഒരു, നമ്മള് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിന്റെ 22 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ദേവാലയത്തിൽ നടത്തുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ച്, ശലോമോന്റെ ആലയത്തിൽ പ്രാർത്ഥന കഴിക്കുന്നതിന്, ശലോമോൻ ആലയത്തിൽ പ്രാർത്ഥന കഴിക്കുന്നതിന് എന്തൊക്കെ, അതൊന്ന് വിശദമായി വായിക്കണം. ദേവാലയം എന്തിനൊക്കെ അനുഗ്രഹിക്കപ്പെടും, എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത്, ദേവാലയം എന്തൊക്കെ നമുക്ക് നൽകും, ദേവാലയത്തിൽ എന്തൊക്കെയാണ് നമുക്ക് തിരികെ ലഭിക്കുക, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഉണ്ടാവുക, ഇത് നമ്മൾ വിശദമായി വായിക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 22 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ കെംതാ നമസ്കാരത്തിലെ 1-ാം കൗമ, നമ്മള് രാത്രി നമസ്കാരത്തിൽ, കെംതായിലെ രാത്രി നമസ്കാരം 1-ാം കൗമയിൽ ഒരു പാട്ടുണ്ട്. അത് പലരും കേട്ട്, രാത്രി നമസ്കാരം ആയതുകൊണ്ട് പലരും കേട്ട് കാണാൻ സാധ്യതയില്ല, അത് കണ്ടു കാണാനും സാധ്യതയില്ല. അതിനകത്ത് എന്താണ് ദേവാലയം, എന്താണ് ദേവാലയത്തിൽ സംഭവിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ഒരു പാട്ട് പറയുന്നു. പാട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ പറയുന്നുണ്ട്. ആ പാട്ട് ഇങ്ങനെയാ: വിണ്ണുലകിൻ നരചന്താൻ തൻ സഭയെ പണിതതിനെ ആക്കി തന്നാസ്ഥാനം പുക്കതിനുള്ളേ വാണു കർത്താതന്നോട് സംസാരിക്കേണ്ടും അവരെല്ലാം സഭയുൾ പൂകട്ടെ ഇതാ താനതിൽ മേവിടുന്നു അംഹാലേലുയ്യ ഊഹാലേലുയ്യ സഭയെ വളർത്തുന്നവനെ കൃപ ചെയ്തീടടിയാരിൽ. ഈ പാട്ട് ഒന്ന് എടുത്ത് വായിക്കും. നിങ്ങളൊന്ന് പാടാൻ അറിയാവുന്നവരത് പാടുന്നത് നല്ലതാ ഇടയ്ക്കിടയ്ക്ക്. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി സഭയെ പണിതു തന്നു, അതിനെ ആസ്ഥാനമാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ അവൻ വാണു. എന്നിട്ട് പറയുകയാ, കർത്താവിനോട് സംസാരിക്കേണ്ടവരെല്ലാം ഈ സഭയുടെ ഉള്ളിൽ വരട്ടെ, കാരണം താൻ അതിൽ ഉണ്ട്, താൻ അതിൽ മേവുന്നു, താൻ അതിൽ ഉണ്ട്. എന്നിട്ട് പറയുക, സഭയെ വളർത്തുന്നവനെ കൃപ ചെയ്തീടടിയാരിൽ, ഞങ്ങളിൽ കൃപ ചെയ്യണം. സഭയെ വളർത്തുന്നവനെ, നീയാണ് സഭയെ വളർത്തുന്നത്. അതുകൊണ്ട് അതിന്റെ 2-ാമത്തെ സ്റ്റാൻസായും അത് തന്നെയാ, സഭയെ കുറിച്ചാ പറയുന്നത്. ശിഹാദൻ മണവാട്ടി എന്ന് പറയുന്ന ആ ഒരു ഭാഗം അതിനെ കുറിച്ചാ പറയുന്നത്. അതുകൊണ്ട് ഈ ആലയം പണിയുക എന്ന് പറഞ്ഞാൽ അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം കാണുന്ന ഈ ഫിസിക്കൽ ദേവാലയം മാത്രമല്ല, നമുക്കൊരു സ്പിരിച്വൽ ദേവാലയം ഉണ്ടെന്ന് നമുക്കറിയാം. അത് നമ്മളാ. ഈ ദേവാലയവും ഈ നമ്മുടെ ശരീരവുമാണ് മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ഇത് 2ഉം ദേവാലയങ്ങളാണ്. അതുകൊണ്ട് തകർന്നു കിടക്കുന്ന ദേവാലയങ്ങളെ പോലെ തന്നെ തകർന്നു കിടക്കുന്ന മനുഷ്യരെയും ഉയർത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇതിലൂടെ. അതുകൊണ്ട് ഇന്ന് തകർന്ന മനസ്സോടെ ജീവിക്കുന്ന, തകർന്ന ജീവിതങ്ങളുള്ള, തകർന്നു കിടക്കുന്ന മനുഷ്യരെ അതിലേക്ക് ഉയർത്തുക. അങ്ങനെ ഉയർത്തുമ്പോൾ, അങ്ങനെ അവരെ പണിയുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ എപ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? തകർന്നു കിടക്കുന്ന ദേവാലയങ്ങൾ, തകർന്നു കിടക്കുന്ന മനുഷ്യർ, ഇവരെയൊക്കെ നമ്മൾ ഉയർത്തുമ്പോൾ, ഇവരെയൊക്കെ സഹായിക്കുമ്പോൾ, അവരെയൊക്കെ നന്മയിലേക്ക് കൊണ്ടുപോരുമ്പോൾ നമ്മളെല്ലാം ഉയർത്തപ്പെടും.
3 അനുഗ്രഹങ്ങളെ കുറിച്ച് ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും. സമയമുണ്ടെങ്കിൽ നമുക്ക് 3 അനുഗ്രഹങ്ങളെ കുറിച്ചും പറയാൻ സമയമുണ്ടെങ്കിൽ ഞാനത് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് സമയം തീർന്നു വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ അനുഗ്രഹം കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത അനുഗ്രഹമാണ്. ഒന്നാമത്, ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഇന്നു മുതൽ ഒന്നാമത്തെ അനുഗ്രഹം, ദൈവം നൽകുന്ന ചില അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം, ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഈ വല കഴുകിക്കൊണ്ടിരുന്ന ശീമോനും അവരും ഒക്കെ ചോദിച്ചു, ഞങ്ങൾ നിന്നെ അനുഗമിക്കാം, പക്ഷെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടും? എന്താ നമുക്ക് കിട്ടാനുള്ളത്? നമ്മൾ പലപ്പോഴും അറിയുന്നില്ല നമുക്ക് എന്ത് കിട്ടും. ദൈവത്തെ അനുഗമിച്ചാൽ, ദേവാലയത്തിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് വലിയൊരു ചോദ്യമാണ്. എന്ത് കിട്ടും? ഞങ്ങൾ അവിടെ വന്നാൽ എന്ത് കിട്ടും? ഇന്ന് സഭ വിട്ടുപോകുന്ന പലരും എന്ത് കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്ന് ഓടിപ്പോകുന്ന ആളുകളാണ്. ഈ ചോദ്യമാ പലരുടെയും. എന്താ പള്ളി കണ്ടിട്ട് കുറച്ചു നാളായല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ പല ഒഴിവ് കഴിവുകളും പറയും. പക്ഷെ അവരുടെ മനസ്സിൽ പോയിട്ട് എന്തോ ചെയ്യാനാ, പോയിട്ട് എന്ത് കിട്ടാനാ എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടാവാം. ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ആത്മീയത. ഇന്ന് നമുക്കുള്ളത് പ്രോസ്പെറിറ്റി ഗോസ്പൽ. നമുക്ക് അങ്ങനെയുള്ള സുവിശേഷത്തോടാ താല്പര്യം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പറയുന്നതിനെ കുറിച്ച് ഓർക്കുന്നതാണ് നമുക്കൊക്കെ താല്പര്യം. നമുക്ക് അങ്ങനെയുള്ള ചില അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു എന്ന് നമ്മൾ കാണും. നമ്മൾ വലുതിനെയൊക്കെ നഷ്ടപ്പെടുത്തി, ദൈവാനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി ചില കാര്യങ്ങൾ മാത്രം, നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ദൈവം നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ പറയും മിസ്സിംഗ് ദ ഫോറസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ട്രീ. നമ്മൾ മരം കാണും, പക്ഷെ വനം നഷ്ടപ്പെടുത്തി. വലിയ അനുഗ്രഹങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. എന്തിനു വേണ്ടി? ഒരു മരത്തിന് വേണ്ടി. ആ മരം കണ്ടിട്ട് നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തി. വല കഴുകിക്കൊണ്ടിരുന്നവരാണ് ശ്ലീഹന്മാർ, ശിഷ്യന്മാർ. അപ്പൊ അവർ എന്തിനാ വല കഴുകുന്നതെന്ന് അറിയാമോ? വല കഴുകുന്നതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, അതിനെ അഴുക്ക് കളയണം. മീൻ പിടിക്കുന്ന ആളുകൾ ഒരു പ്രാവശ്യം മീൻ പിടിച്ച് കൊണ്ടുവന്ന് കരയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കഴുകും. എന്തിനാന്ന് ചോദിച്ചാൽ അതിലെ അഴുക്കുകൾ കളയണം. 2, അതിന്റെ ഭാരം കുറയ്ക്കണം. പിന്നീട് വീണ്ടും അത് ഇടുമ്പോൾ അതിന്റെ ഭാരം കൂടും. ചെളിയൊക്കെ അടിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാരം കൂടും. 3, അങ്ങനെ ചെളി ദീർഘകാലം അതിൻ്റെ അകത്തിരുന്നാൽ അത് പിഞ്ചിപ്പോവും. ഇത് 3ഉം സംഭവിക്കാതിരിക്കാനാണ് ഇവർ വല കഴുകുന്നത്. ആത്മീക ജീവിതം ഇതുതന്നെയാണ്. ജീവിതങ്ങൾ കഴുകപ്പെടണം. എന്തിനു വേണ്ടി? ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി. 1, അഴുക്ക് കളയണം. 2, ജീവിതത്തിന്റെ ഭാരം കുറയ്ക്കണം. 3, ജീവിതം പിഞ്ചിപ്പോകാതിരിക്കണം. അതിന് വിശുദ്ധിയിലേക്ക് വളരണം. നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവം എന്നെ കാണരുത്, എനിക്ക് ദൈവത്തെ കാണണമെന്നുള്ള സക്കായിയെ പോലെയാ നമ്മൾ, അല്ലെ? നമ്മൾ ഈ സൂമിന്റെ അകത്തിരിക്കുന്ന ആളുകളെല്ലാം എന്താ വിചാരിക്കുന്നത്? എന്നെ ആരും കാണരുത്, എനിക്ക് എല്ലാരെയും കാണണം എന്ന് വിചാരിക്കുന്നില്ല. സക്കായിയെ പോലെ നമ്മളല്ലേ ഇല മറച്ച് ഇങ്ങനെ ഇരിക്കുക. ആരും എന്നെ കാണരുത്, എനിക്ക് പ്രസംഗിക്കുന്ന അച്ഛനെ കാണണം, ബാക്കിയുള്ളവരെയും ഒക്കെ കാണണം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ സക്കായി കാട്ടത്തിൽ കയറി മരം കൊണ്ട് മറച്ചു. ഈ മറവ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? ആദ്യ മാതാപിതാക്കളുടെ മറവ് പോലെ അവരവരെ നഗ്നത മറയ്ക്കാൻ വേണ്ടി ഇല ഉപയോഗിച്ചതുപോലെ തന്നെ സക്കായി എന്ത് ചെയ്തു? ഒരു ഇലയുടെ മറവിൽ, ഒരു ഇലയ്ക്ക് മറയ്ക്കാൻ കഴിയുന്നത്ര മറവല്ല മനുഷ്യന് ദൈവത്തിങ്കൽ നിന്നുള്ളത് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് പലപ്പോഴും കഴിയുന്നില്ല. ഒരു ഇലയുടെ മറവിലൊന്നും ദൈവത്തെ മറയ്ക്കാനോ നമുക്ക് ഒളിച്ചിരിക്കാനോ കഴിയുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സക്കായിയെ പോലെ മരത്തിന്റെ മുകളിൽ കയറിയാലും, ആദമിനെ ഹവ്വയും പോലെ ഇല വെച്ച് മറച്ചാൽ പോലും നമുക്ക് പലതും ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കാൻ ഒരിക്കലും മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ സകലതും വിട്ട് ദൈവത്തെ അനുഗമിക്കണം. മാത്രമല്ല, ഈ മനുഷ്യനെ പണിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആലയം പണിയാൻ കഴിയണം. ഇതിനെ ആദ്യ മഹത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇടവകളിൽ അസമാധാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പണം കൂടുമ്പോഴാണ്, അധികാരത്തിന് വേണ്ടി പിടിവലികൾ കൂടുമ്പോഴാണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആദ്യ മഹത്വത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല.
ആദ്യ മഹത്വത്തിൽ ദൈവം എന്ന ഒരു സെന്റർ പോയിന്റിലേക്ക് മാത്രം മനുഷ്യൻ വന്നതുകൊണ്ടാണ് നമ്മുടെ ദേവാലയങ്ങൾ പലതും വളർന്നു വന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. രണ്ടാമത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ കാര്യത്തിലേക്ക്, രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സക്കായി കൊടുത്ത അനുഗ്രഹമാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടാകും. ഒന്ന്, ഇന്നു മുതൽ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാണ്. രണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടാകും. ഭവനം എന്ന വാക്കാണ്, വീടിനല്ല രക്ഷയുണ്ടാകുന്നത്. വീട് രക്ഷിക്കപ്പെടുമ്പോൾ അത് ഭവനമായി മാറും. നമ്മുടെ ഭവനങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെയാണ്? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നാം ഇന്ന് സാങ്കല്പിക ലോകത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. നമുക്കെല്ലാം ചില സങ്കല്പങ്ങളുണ്ട്. ഒരു ഭവനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് സക്കായിയുടെ ജീവിതത്തിൽ യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ട്. അബ്രഹാമിന്റെ മകനായി തീരുന്ന ഒരാളുടെ ഭവനത്തിന് മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ. അബ്രഹാം എന്താ രക്ഷിക്കപ്പെടാൻ കാരണം? അബ്രഹാം എന്താ വിശ്വാസികളുടെ പിതാവാകാൻ കാരണം? അബ്രഹാമിന്റെ ഭവനം രക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം, അബ്രഹാം പ്രതീക്ഷയോടെ ജീവിതത്തിൽ കാത്തിരുന്നവനാണ്. തന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെയും ദൈവത്തെ തള്ളിപ്പറയാതെ കാത്തിരുന്നവനാണ്. എന്ന് പറഞ്ഞാൽ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർ ഒരിക്കലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയില്ല എന്നാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ ജീവിതത്തിന്റെ അവസാന കാലം വരെയും കാത്തിരിക്കാൻ ഒരു മകന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. മനുഷ്യന്റെ മുഴുവൻ നിന്നയേറ്റു, ഒരുപാട് ആളുകളുടെ പഴികളേറ്റു. പക്ഷെ അവസാന നിമിഷം വരെയും അബ്രഹാം കാത്തിരുന്നു. തന്റെ ഭവനം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ദൈവം നഷ്ടപ്പെടുന്ന ഭവനമായി ആകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. ഇന്ന് നമുക്ക് ഇൻസ്റ്റന്റ് അനുഗ്രഹങ്ങൾ വേണം, ഫ്രീ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ വേണം, കഷ്ടപ്പാടില്ലാതെ പ്രയാസമില്ലാതെ ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരാളില്ല. ഇന്ന് ആ മാതാവിന്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ആ മാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയും, ആരും ഉയർത്തപ്പെട്ടില്ല, ഇതുപോലെ ആരും താഴ്ത്തപ്പെട്ടിട്ടുമില്ല. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കണ്ട, തന്റെ മകൻ രക്തസാക്ഷിയാകുന്നത് നേരിട്ട് കണ്ണിൻ മുൻപിൽ കണ്ട, തന്റെ മകൻ കൊല്ലപ്പെടുന്നു തന്റെ മുൻപിൽ വെച്ച് കണ്ട ഒരു സ്ത്രീയെ കുറിച്ചാണ് എല്ലാവരും ഭാഗ്യവതി എന്നും അനുഗ്രഹിക്കപ്പെട്ടവളെന്നും ഒക്കെ പറയും. അതെങ്ങനെയാ സാധിക്കുന്നത്? ഈ കഷ്ടതകളിലൂടെ വിശ്വാസപൂർവ്വം നിലനിന്ന് ദൈവത്തെ വിട്ടകലാതെ നിന്നതുകൊണ്ടാണ്. രണ്ടാമത്, തനിക്ക് അവകാശപ്പെട്ടതൂടെ സഹോദരങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോ അബ്രഹാമിന്റെ മകനാകും ഭവനം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം ചെയ്തു. ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. വിട്ടുകൊടുക്കാൻ തയ്യാറായി. തനിക്ക് അവകാശപ്പെട്ടതായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. പക്ഷെ അബ്രഹാം അത് ചെയ്തില്ല. അബ്രഹാം ലോത്തിന് വിട്ടുകൊടുത്തിട്ട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. എനിക്ക് അവകാശപ്പെട്ടതാണ്, പക്ഷേ അത് നീ എടുത്തുകൊള്ളുക. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയണം. സക്കായി അനുഗ്രഹിക്കപ്പെടാൻ കാരണം, സക്കായി പറഞ്ഞു, ഞാൻ ആരുടേതെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ, 1/4 വീതം തിരിച്ചു കൊടുക്കാൻ കഴിയും. നമ്മളൊക്കെ പത്രങ്ങളിലൊക്കെ, നാട്ടിൽ ടിവിയിലും പത്രങ്ങളിലും ഒക്കെ വായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എത്രയേറെ പണമുണ്ടെങ്കിലും വസ്തു വീതം വെക്കുമ്പോ സ്വന്തം സഹോദരന് ഒരല്പം കൂടുതൽ കിട്ടിയാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. ഒരല്പം വസ്തുവിന് വേണ്ടി സഹോദരനെ കൊല്ലാൻ മടിക്കാത്തവരുണ്ട്. ഒരല്പം സ്ഥലത്തിന് വേണ്ടി. ഒന്ന് ഓർത്തു നോക്കണം, അപ്പൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലത്തിന് വേണ്ടിയാണ് നമ്മൾ കലഹം ഉണ്ടാക്കുന്നതെന്ന് ഓർക്കണം. എന്താ? തന്റെ വിയർപ്പ് ഒരു തുള്ളി പോലും വീഴാത്ത ഒരു ഭൂമിക്ക് വേണ്ടി സ്വന്തം സഹോദരനെ കൊല്ലാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ ഭവനം എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നത്? നമ്മുടെ സഹോദരൻ താഴ്ചയിലും വീഴ്ചയിലും പ്രയാസത്തിലും കിടക്കുമ്പോൾ അവനെ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഭവനം എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നത്? നമ്മൾ ആലോചിച്ചു നോക്കണം.
അതുകൊണ്ട് മോഡിയോടെ ഭവനം പണിത് സുഖമായി വസ്ത്രം ധരിച്ച് നല്ല കാറിൽ നടക്കുന്നത് കൊണ്ടൊന്നും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നില്ല. കൈത്താങ്ങുകൾ എവിടേക്കാ നീങ്ങേണ്ടത് അവിടേക്ക് നീങ്ങുമ്പോൾ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായി മാറുകയുള്ളൂ എന്ന് സ്വന്തം മകനെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഒരു മാതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ് നമ്മൾ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. സ്വന്തം മകനെ യാതൊന്നും പറയാതെ, എന്റെ മകനെ നീ എവിടേക്ക് പോകുന്നു, ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പ്രാവിനെ പോലെ കുറുകി കരയുക മാത്രം ചെയ്ത ഒരു മാതാവ്. ആ മാതാവിന്റെ പെരുന്നാളാണ് നമ്മൾ ഇപ്പോ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നെങ്കിലേ നമുക്ക് നിറയും. മനുഷ്യർ എത്ര അധ്വാനിച്ചാലും നമ്മുടെ കൈകൾ നിറയുകയും. അതുകൊണ്ട് ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നൽകുന്നത് സ്നേഹത്തോടെ നൽകുവാൻ കഴിയണം. യഥാർത്ഥ സമ്പത്ത് ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവമാണ് യഥാർത്ഥ സമ്പത്ത്. ഈ കൂട്ടിവെച്ചതൊന്നും അല്ല സമ്പത്ത്. യഥാർത്ഥ സമ്പത്ത് ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ അനുഗ്രഹത്തിന്റെ ആ ലാഭം അത് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയണം. കുറെ കാലം മുമ്പ് ഞാൻ ഇരുന്നൊരു പള്ളിയില്, ഞാൻ പലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിചാരം, ഇരുന്നൊരു പള്ളിയിൽ ട്രസ്റ്റി കണക്ക് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇപ്രാവശ്യത്തെ ഒരു 100-150 വീട്ടുകാരുള്ള ഒരു പള്ളിയാണ്. ഞാൻ വികാരിയായിട്ടിരിക്കുമ്പോഴാണ് ട്രസ്റ്റി കണക്ക് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇപ്രാവശ്യം ആഴ്ച നമുക്ക് ദുഃഖവെള്ളിയാഴ്ച നഷ്ടമായിരുന്നു. ഞാൻ ചോദിച്ചു, ദുഃഖവെള്ളിയാഴ്ച എന്തുകൊണ്ടാണ് നഷ്ടമായത്? കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അത്രയും കൈമുത്ത് നമുക്ക് കിട്ടിയില്ല. അപ്പൊ ദുഃഖവെള്ളിയാഴ്ചയുടെ വിജയം പോലും ആ കിട്ടുന്ന പണത്തിന്റെ തൂക്കത്തിനനുസരിച്ച്. ഞാൻ പറഞ്ഞു, 30 വെള്ളിക്കാശിന് ഒരുത്തനെ വിറ്റുകൊടുത്തതിന്റെ ഒരു ദിവസമായി ഇന്ന്. ഈ ദിവസമെങ്കിലും ഈ പണത്തിന്റെ കണക്ക് പറയാതിരിക്കുന്നതല്ലേ ഭംഗി എന്ന് ഞാൻ അല്പം കോമഡി ആയിട്ട് പറഞ്ഞെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. പണത്തിന്റെ അളവിൽ അനുഗ്രഹത്തെയും ദേവാലയങ്ങളെയും ദേവാലയത്തിന്റെ വിജയത്തെയും ഒക്കെ കണക്കാക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവസമ്പത്താണെന്നുള്ള തിരിച്ചറിവ് എപ്പോൾ നമുക്കുണ്ടാകുന്നുവോ അവിടെ മാത്രമേ നമുക്ക് നിലനിൽക്കാനായി കഴിയുകയുള്ളൂ. അനുഗ്രഹിക്കപ്പെടൂ, ദേവാലയം അനുഗ്രഹിക്കപ്പെടൂ, ഭവനവും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് മനുഷ്യരെ പിടിക്കുന്നവരായി നമ്മളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ വീണ് കിടക്കുന്നിടത്ത് അവനെ ചെളിയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്താനുള്ള അനുഭവവും അങ്ങനെയുള്ള ഉത്തരവാദിത്വവും ഏൽപ്പിച്ചിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ആര് വസിക്കുന്നു, എന്ത് വസിക്കുന്നു, എങ്ങനെ ആണ് വസിക്കേണ്ടതെന്ന് തിരിച്ചറിവ് നമ്മളെ ധൈര്യപൂർവ്വം നടത്തുമ്പോഴാണ് നമുക്ക് ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് എന്നോർത്തിരിക്കണം. സമയക്കുറവ് മൂലം അവസാനത്തെ ഭാഗത്തേക്ക് വരട്ടെ. മൂന്നാമത്തെ അനുഗ്രഹം, ഇന്നു നീ എന്നോടുകൂടി പറുദീസയിൽ ഇരിക്കുമെന്ന വലതുഭാഗത്ത് കിടന്ന ആ മനുഷ്യനോട് കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്കാണ്. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിൽ ഇരിക്കും. പറുദീസയിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഒരുക്കമാണ് ഈ ജീവിതം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ ഇരുമ്പ് സാധനങ്ങളുടെ ശബ്ദമൊന്നും കേൾപ്പാനില്ലായിരുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ പറുദീസയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ജീവിതങ്ങളായി ഈ ഭൂമിയിലാക്കി തീർക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഭൂമിയാകുന്ന വെട്ടുകുഴിയിൽ വെച്ച് തന്നെ നാം ഒരുക്കപ്പെട്ട അനുഭവമായി മാറണം. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ജീവിതം കൊണ്ട് വിശുദ്ധയായ ഒരാൾ. എല്ലാ വിശുദ്ധന്മാരും, പരിശുദ്ധനായ പരിമല തിരുമേനിയെ നമ്മൾ കാണുന്നത് ജീവിതം കൊണ്ട് വിശുദ്ധി ഉണ്ടാക്കി കടന്നുപോയതിനു ശേഷം വിശുദ്ധരായും നമുക്ക് അനുഭവപ്പെട്ടവരാണ്. എല്ലാ വിശുദ്ധന്മാരും അങ്ങനെയാ. എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതം അങ്ങനെയാ. ജനനം കൊണ്ടല്ല ആരും വിശുദ്ധരായി തീർന്നത്. കർത്താവ് ഒഴികെ ആരും ജനനം കൊണ്ട് വിശുദ്ധരല്ല. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് വിശുദ്ധരായി തീരുവാൻ നമുക്ക് കഴിയും. പറുദീസയിലേക്കുള്ള പ്രവേശനത്തിന് അനുഗ്രഹിക്കപ്പെട്ടവർ അവസാന നിമിഷം പോലും അനുദപിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയാൻ ഒരു മനുഷ്യന് മനസ്സുണ്ടായെങ്കിൽ, അവന് പറുദീസയിൽ അവകാശമുണ്ടായി എങ്കിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ അനുദപിച്ച്
ദൈവത്തോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നലെ വരെ നിങ്ങളുടെ മുന്തിരികളോ നിങ്ങളുടെ അത്തിവൃക്ഷമോ നിങ്ങൾക്കുണ്ടായതൊന്നും നിങ്ങൾക്ക് ഫലം തന്നില്ല. എന്തുകൊണ്ടാ കാരണം? നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ്. ആലയങ്ങൾ ശൂന്യമായി പോയത് കൊണ്ടാണ്. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ എപ്പോൾ ദേവാലയത്തിന് കല്ലിട്ട് പണി ആരംഭിക്കുന്നുവോ ആ നിമിഷം മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആ നിമിഷം മുതൽ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക അനുഭവങ്ങൾക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസങ്ങൾ. 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ. ഈ മാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ എങ്ങനെയാണോ ദൈവസന്നിധിയിലായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായി തീർന്നത്, അതേ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവം നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട ആലയങ്ങൾ, ശൂന്യമായി കിടക്കുന്ന ആലയങ്ങൾ പണിയാൻ തുടങ്ങണം. അത് കല്ലുകൊണ്ടല്ല, കരങ്ങൾ കൊണ്ട് പണിയുന്ന ആലയങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. ഈ കരങ്ങളെല്ലാം മറ്റുള്ളവരെ സഹായിക്കുന്നതായി, കരുതുന്നതായി, സ്നേഹിക്കുന്നതായി എപ്പോൾ ആയിത്തീരുന്നുവോ അപ്പോഴാണ് ഈ ആലയങ്ങൾ പണിയപ്പെടുന്നത്. കല്ലുകൊണ്ട് പണിയുന്നതിനപ്പുറത്ത് കരങ്ങൾ കൊണ്ട് ആലയങ്ങൾ പണിയാൻ, അവിടെ സമാധാനം ഉണ്ടാകുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ ഉണ്ടാകുവാൻ, നാം അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരെ പിടിക്കുന്നവരായി തീരുവാൻ, പറുദീസയിൽ വിളിക്കപ്പെടുന്നവരായി, ആ വിളിക്ക് യോഗ്യതയുള്ളവരായി തീരുവാനുള്ള ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ മഹിമ പ്രാപിച്ചു കൊണ്ടുവരുമ്പോ നമ്മളെ വിളിച്ച വിളിക്ക് വിശ്വസ്തരായി ബോധ്യത്തോടെ ദേവാലയങ്ങൾ പണിയുവാൻ, നമ്മുടെ സഹോദരങ്ങളാകുന്ന ദേവാലയങ്ങൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നാം ആകുന്ന ദേവാലയങ്ങൾ എവിടെയെങ്കിലും ശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ, നാം കടന്നു പോകുന്ന ആലയങ്ങൾക്ക് എന്തെങ്കിലും അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നന്മയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വിളി നമുക്കുണ്ടാവണം. സമ്പത്തിന്റെ കാര്യത്തിലല്ല ദേവാലയം അനുഗ്രഹിക്കപ്പെടേണ്ടത്. അവിടുത്തെ ആത്മീക അനുഭവത്തിലാണ്. സമ്പത്ത് ജീവിക്കാൻ ആവശ്യമാണ്, അതൊരു വശത്തൊക്കെ ഉണ്ടാവണം, അതൊക്കെ ശരിയാണ്, അതൊരു വശത്തു കൂടി പോകും. പക്ഷെ അതിനേക്കാൾ പ്രധാനം അതിലെ ആത്മീകത എത്രമാത്രമാണ്, അവിടെ കടന്നു വരുന്നവരുടെ ആത്മീകത, പങ്കെടുക്കുന്നവരുടെ ആത്മീകത എത്രമാത്രം അർത്ഥവത്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ആ നന്മയിലൂടെ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, പ്രയാസത്തിൽ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ ഒരു അവസരം ലഭിച്ചതിൽ നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഹഗ്ഗായി പ്രവാചകന്റെ ഒരു ചെറിയ പ്രവചന പുസ്തകത്തിലെ ഒരു വാക്യം, ഹഗ്ഗായി ചാപ്റ്റർ 2:19 വളരെ ഭംഗിയായി പരാമർശിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു മനുഷ്യന്, ഒരു ദൈവവിശ്വാസിക്ക് ലഭിക്കേണ്ടുന്ന അർത്ഥവത്തായ 3 അനുഗ്രഹങ്ങളെ ഭംഗിയായി പ്രിയപ്പെട്ട അച്ഛൻ ആനുകാലിക വിഷയങ്ങളോട് ചേർത്തിണക്കിക്കൊണ്ട് നമ്മളോട് സംവേദനം നടത്തി. 19-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ, മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് സാമ്പത്തികമായ മേഖലകൾ, പഠനത്തിലൂടെയുള്ള പുതിയ പുതിയ അവസ്ഥകൾ, ജോലിയിൽ പുതിയ പുതിയ മേഖലകളിലേക്കുള്ള സ്ഥാനക്കയറ്റം, ജീവിത നിലവാരം ഉയർത്തുന്ന അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള ചിന്തകളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അനുഗ്രഹം. അതിന്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പ്രോസ്പെരിറ്റി എന്നൊരു വാക്ക് ശക്തമായി സമൂഹത്തിൽ പങ്കുവെക്കാൻ തുടങ്ങിയതും പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രം ഉടലെടുക്കാൻ കാരണം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പുരാതന ക്രൈസ്തവ സഭകളിൽ നിന്ന് 18-19 നൂറ്റാണ്ടുകളിൽ ഉണ്ടായ സഭകളിൽ അവർ പ്രത്യേകം ദിശ വെച്ചത് പ്രോസ്പെരിറ്റിയെ കുറിച്ചാണ്. അപ്പൊ എന്റെ സമ്പത്തിനെ ഇരട്ടിയാക്കുവാൻ, എന്റെ ശാപങ്ങളൊക്കെ മാറ്റപ്പെടുവാൻ, എനിക്ക് രോഗമില്ലാതെ ഇരിക്കുവാൻ,
എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഇരട്ടിക്കണം. അത് ലോക സൗഭാഗ്യങ്ങളാണ്. എന്നാൽ അച്ഛൻ വളരെ വ്യത്യസ്തമായിട്ട് നമ്മളെ ഒരു ദേശത്തൂടെ കൊണ്ടുപോവുകയായിരുന്നു. നമുക്ക് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങൾ, 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണെങ്കിലും ദൈവമാതാവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇന്നു മുതൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. നമുക്ക് മനുഷ്യരെ പിടിക്കുന്നത് ഇഷ്ടമല്ല. അമേരിക്കയിൽ പ്രത്യേകിച്ച് ഒരു ഹോബിയാണ് മീൻ പിടിക്കുക എന്നുള്ളത്. മീൻ പിടിച്ചിട്ട് അതിന് കൃത്യമായ ഗ്രാം ഇല്ല എങ്കിൽ അതിന് തിരികെ വിടണം. പക്ഷെ മലയാളി പലപ്പോഴും, ഞാൻ 1-2 പേരുടെ കൂട്ടത്തിലൊക്കെ പോയി പച്ച കുഴപ്പമില്ല, നമുക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. അവരെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ ഒരു ടെൻഡൻസിയാ, കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു അവർ പ്രചരിപ്പിക്കുന്നത് അത്രയും വളർച്ച എത്താത്തതിനെ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള മീൻപിടുത്തമാണ് നമുക്കിഷ്ടമെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചത് മനുഷ്യ ഹൃദയങ്ങളെ സ്നേഹമാകുന്ന വല കൊണ്ട് പിടിക്കുക. 2, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടാകും. ഭവനത്തിന് രക്ഷയുണ്ടാകുക എന്താന്ന് ചോദിച്ചാൽ, നമ്മളൊരു ആദ്യം ഒരു പ്രാർത്ഥന നടത്തും. നമ്മുടെ ഒരു പാരമ്പര്യമാണ്. എല്ലാ വർഷവും ഇതിനെ വിശുദ്ധീകരിക്കണം. നമ്മൾ എല്ലാ ദിവസവും ശരീരം വിശുദ്ധീകരിക്കുന്നത് പോലെ, വസ്ത്രം വെടിപ്പാക്കുന്നത് പോലെ, നമ്മൾ റൊട്ടീനായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ചെക്കപ്പ് നടത്തുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വസിക്കുന്ന ഇടത്തിന് ഒരു ശുദ്ധീകരണം. ദേവാലയത്തിലെ ഒരു ശുദ്ധീകരണ ശുശ്രൂഷ പെന്തക്കോസ്ത് പെരുന്നാളിൽ നമ്മൾ നടത്താറുണ്ട്. അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും അതൊരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത്. അതുപോലെ നമ്മൾ വസിക്കുന്ന ഇടത്തിനും ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. അത് പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. അതിലൂടെ ഒരു വീട് ഭവനമായി മാറുന്ന അവസ്ഥ. 3, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഈ പറുദീസയെക്കുറിച്ചുള്ള സങ്കല്പം ഇന്നലെ ഞങ്ങളുടെ ദേവാലയത്തിൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു OVBS നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് അതിന്റെ 5-ാം ദിവസമാണ്. നാളെയും കൂടെ ആകുമ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നാളെ വരെ 6 ദിവസത്തെ OVBS. 90-ൽ പരം കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നു. ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്, വേർ ഇസ് പാരഡൈസ്? ഞാൻ കുറച്ചു നേരത്തേക്കൊന്ന് ഞെട്ടി. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവൻ ഉടനെ ഗൂഗിളിൽ നോക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കും. മറ്റ് സഭകളിലൊക്കെ നമുക്ക് വലിയ ഉള്ളത് കൊണ്ട് പല മേഖലകൾ, ഞാനതിന് പല ആംഗിളിലുള്ള ചില ഉത്തരങ്ങൾ പറഞ്ഞു. അവൻ ഇന്നും ബാക്കി ചോദിക്കാൻ വരും എന്നുള്ളത് ഉറപ്പാണ്. പൂർണ്ണമായ ഉത്തരം ഉണ്ടായോ എന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവം ഉള്ള സ്ഥലത്തേക്ക് അത് ത്യാഗത്തിൻ്റെതായാലും സ്നേഹത്തിൻ്റെതായാലും സൗഭാഗ്യത്തിൻ്റെതായാലും കഷ്ടതയുടേതായാലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എവിടെയാണോ ആ മേഖലയെ വേണമെങ്കിൽ നമുക്ക് പറുദീസ എന്ന് പറയാം. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള സൗഭാഗ്യങ്ങളല്ലാത്ത സ്ഥലത്തെ നമ്മൾ വിളിക്കുന്നത് നരകമാണ്. നമ്മൾ തന്നെ പേരിടും ഉടൻ തന്നെ, അത് നരകമാണ്. എനിക്കൊരു നരക അനുഭവം, അങ്ങനെയുള്ള ജീവിതമാണ്, ഇതിന്റെ വിധിയാണ്. പക്ഷെ ദൈവത്തോട് കൂടെ നമുക്ക് ജീവിക്കുമ്പോൾ കർത്താവ് ഏറ്റതായ എല്ലാ ചിന്തകളും നമുക്കും ഉണ്ടാകണം. ദൈവമാതാവിനെ ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കുന്നെങ്കിൽ അമ്മയ്ക്ക് ലഭിച്ച സൗഭാഗ്യത്തോടൊപ്പം അമ്മ ഏറ്റ കഷ്ടതകൾക്കും നമ്മൾ പ്രാപ്തിയുള്ളവരായി മാറണം. ആ ഒരു കോപ്പിംഗ് സ്കില്ലിലേക്ക് എത്തുക, അതിലൂടെയാണ് നമ്മൾ പാരഡൈസ് അല്ലെങ്കിൽ പറുദീസ പ്രാപിക്കുന്നത്. ഈ 3 ചിന്തകളും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും പ്രചോദനവും നൽകുന്ന 3 ആശയങ്ങളായിട്ട് എനിക്ക് തോന്നി. പ്രിയപ്പെട്ട അച്ഛൻ കൺവെൻഷൻ പ്രസംഗവേദിയിൽ ധാരാളം സന്ദർഭങ്ങളിൽ ധാരാളം രാജ്യങ്ങൾ സന്ദർശിച്ച വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട അച്ഛൻ. നമ്മുടെ ഈ ഭദ്രാസനത്തിലുള്ളതും ഇപ്രകാരമുള്ള കൂട്ടായ്മകളിൽ വന്ന് നമ്മളോട് സംസർഗം നടത്തുന്നതും സംവേദനം നടത്തുന്നതും നമുക്കൊരു ആധ്യാത്മിക പ്രചോദനമാണ്. പ്രിയപ്പെട്ട അച്ഛനോട്, അച്ഛന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ ചെറിയ പ്രവാചകനെ വലിയ ആശയത്തിലൂടെ ഞങ്ങളെ പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട അച്ഛനോട് ഞങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.